ഹലോ, വീണാസ് ഫോണിൻ്റെ മറ്റൊരു എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പം 2025 ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. ലോങ് വീഡിയോ, ഷോർട്സ് അല്ല, ലോങ് വീഡിയോ ആദ്യത്തെ വീഡിയോ ആണ്. അങ്ങനെ എന്താ പറയുക, ഓൾറെഡി കുറേ വീഡിയോസ് ഉണ്ട്, പക്ഷേ അത് 2-3 വീഡിയോസ് ഉണ്ട്. പക്ഷേ എനിക്ക് അത് എഡിറ്റ് ചെയ്ത് ചേർക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാറില്ല. ഒരു മാസമായി ലോങ് വീഡിയോസ് കിട്ടിട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരുന്ന കാര്യം നടക്കില്ലെന്ന് മനസ്സിലായിട്ടാണ് ഞാൻ ഇന്ന് ലോങ് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചത്. അത് എടുത്ത് എഡിറ്റ് ചെയ്തിടുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഓൾറെഡി ഒരു നോർമലായിട്ടുള്ള രീതിയിൽ എടുത്തിട്ട് നമുക്ക് ഇടാതെ അതിലാണ് കുറേ എഡിറ്റ് ചെയ്യാനുണ്ട്. ഇതിലങ്ങനെ പെട്ടെന്ന് എടുത്തിടുന്നത് കൊണ്ട് കൈയോടെ എഡിറ്റ് ചെയ്യേണ്ട കാര്യം വരില്ല എന്നിട്ട് ഞാനൊരു എഡിറ്റ് ചെയ്യാതെ നമുക്കിത് നേരിട്ട് അപ്ലോഡ് ചെയ്യാമെന്നിട്ട് ഞാനിന്ന് ഒരു തീരുമാനത്തിലാണ് ഇന്ന് ഈ വീഡിയോ എടുത്തേക്കുന്നത് കേട്ടോ. കണ്ട, ഞാൻ കമ്മൽ മാറ്റിയിട്ടുണ്ട്. കമ്മൽ മാറ്റിയതാണ് ഓൾറെഡി യൂസ് ചെയ്ത കമ്മൽ തന്നെ, കുറേ ദിവസം ഇടാതെ ഇരുന്നിട്ട് ഇന്ന് മാറ്റിയതാണ് കേട്ടോ അത്. അപ്പം എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. ഒരു രസമല്ലേ? അപ്പം അധികം വലിച്ചു നീട്ടുന്നില്ല, കാര്യത്തിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ മുടിയാൻ പോകുന്നത് അത് മുടി ചീകലേ ഇല്ല, ഇങ്ങനെ കെട്ടി വെക്കും. ഇപ്പം ചീകാനുള്ള മുടിയൊന്നും ഇല്ല. അപ്പം നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ആദ്യം സാധാ നോർമൽ ചീർപ്പിട്ട് ചെയ്തത്. ഇപ്പം ഇങ്ങനെ കോമ്പാക്കി ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചീർപ്പ് എല്ലാം കണക്ക് തന്നെ, പോകുന്ന മുടി എങ്ങനെയായാലും പോകും. പക്ഷെ ഇത് കുറച്ച് മാറ്റം വന്നാലോ, അതുകൊണ്ട് ചെയ്യുമ്പോൾ കുറച്ച് കൊഴിച്ചിൽ കുറഞ്ഞാലോ എന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ അധികം അതുകൊണ്ട് തന്നെ ചീകി ചുരുട്ടി കെട്ടി മേലെ ഇങ്ങനെ വെക്കും. ചില ദിവസങ്ങൾ വീടെടുക്കാനും അല്ലെങ്കിൽ ടൗണിൽ പോകുന്നുണ്ടെങ്കിൽ മാത്രമേ മുടി ചീകാറുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ കെട്ടി വെക്കും. ഞാൻ കരുതും ചെട കഴിച്ച് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ മുടി കൊഴിയില്ല എന്ന് നമ്മൾ വിചാരിച്ച് കെട്ടി വെക്കും. അത് കെട്ടി വെച്ചാൽ കെട്ടി വെച്ചില്ലെങ്കിലും ആ മുടി എന്തായാലും കൊഴിയും. ഞാൻ ഇന്നലെ തലയ്ക്ക് എണ്ണയെല്ലാം തേച്ചിട്ട് ഉരുട്ടി കെട്ടി ക്ലിപ്പ് കുത്തിയാണ് കേട്ടോ. ഇന്ന് രാവിലെ പഴിച്ചാണ്. അപ്പോൾ നമ്മൾ ശരിക്കും വെണ്ണ തേച്ച് ഇങ്ങനെ മേലെ കെട്ടി വെക്കുമ്പോൾ മുടി കൊഴിയില്ലാന്ന്, എന്നാലും ആ മുടി പോകാനുള്ള മുടി പോവും. അപ്പം ഞാനിപ്പോൾ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ താഴെ കുറച്ചും കൂടി വീണിട്ടുണ്ട്, അതും കൂടെ എടുത്തിട്ട് കാണിക്കാം. കണ്ടോ, ഇതിപ്പോൾ ഇന്ന് ഇച്ചിരി കുറവുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ കുറവുണ്ട്, എണ്ണ വെച്ച് ചുരുട്ടി കെട്ടിയിട്ടുള്ളത് കൊണ്ട് ഒരിത്തിരി ചെടയില്ലാത്തത് കൊണ്ട് ഇച്ചിരി കുറവുണ്ട് കേട്ടോ. ഇപ്പം ചീയിട്ടാണ് ഇത്രയും മുടി പോയിട്ടുള്ളത്. അപ്പം ഇതുപോലെ ഞാൻ ചീ എടുത്തു വെച്ചിട്ടുള്ള കുറച്ച് മുടിയുണ്ട്. ഏകദേശം ജൂൺ മുതൽ എടുത്തു വെച്ച മുടിയാണ് കേട്ടോ. ഇപ്പോൾ ജനുവരി ആയില്ലേ. അപ്പം ഒരു കവറിലാക്കി ഏകദേശം ഒന്ന് ഇറങ്ങി അങ്ങനെ ചെയ്ത് പോലെ മേത്തും ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഞാൻ താഴെ വീഴുന്നത് ഞാൻ തപ്പി എടുത്ത് വെക്കും, ഇങ്ങനെ മുടി എടുത്ത് വെക്കും. ഞാൻ കാണിച്ചു തരാവേ. കണ്ടില്ലേ, അങ്ങനെ ഞാൻ എടുത്തു വെച്ച മുടിയാണിത്. ഇതിപ്പം ഈ കവർ നിറഞ്ഞുകൊണ്ട് ഞാനിത് മാറ്റി വെച്ചു, കെട്ടി എടുത്ത് വെച്ചു. ഇപ്പം അടുത്തത് ഇവിടെയുണ്ട്. കണ്ടില്ലേ, ആ കവർ നിറഞ്ഞപ്പോൾ ഞാൻ ഈ കവറിൽ മാറ്റി വെച്ചു. അപ്പം ഇങ്ങനെയാണ് എൻ്റെ മുടി. നല്ലതല്ല, വൃത്തിയില്ലായ്മയൊന്നുമില്ല, നല്ല വൃത്തിയിൽ തന്നെ. ചെടയെല്ലാം കഴിച്ചിട്ട് ഓൾറെഡി കെട്ടി വെക്കുന്നതല്ലേ, പിന്നെ കൊഴിഞ്ഞു പോകുന്ന മുടി ഇങ്ങനെ എടുത്ത് വെക്കും. അത്ര അഴുക്ക് നിറഞ്ഞിട്ടൊന്നുമല്ല, വൃത്തിയിൽ തന്നെയുള്ള. കണ്ടോ, ഇങ്ങനെയാണ് ഇപ്പം എൻ്റെ മുടീൻ്റെ അവസ്ഥ. കണ്ടോ, ഏകദേശം കഴിഞ്ഞ ജൂൺ മുതൽ ഈ ഒരു ജനുവരി വരെ 1.5 വർഷം ആയിട്ടില്ല, ഒരു വർഷം ആവാനായിട്ട് 4 മാസം കൂടി ആയാലായില്ലേ. കണ്ടില്ലേ, ഇത്രയും മുടി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെ ഇത്രയും മുടി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ ഉള്ളതെല്ലാം പോയി. കണ്ടോ, മുടി തീരെയില്ല. നമുക്ക് എവിടെയും പോകണമെങ്കിൽ മുടി കെട്ടണമെങ്കിൽ ഭയങ്കര മടിയാണ്. ഭയങ്കര മടിയാണ്. ഉള്ള മുടി മുഴുവൻ പോയി. അപ്പം ഞാൻ മുടി ചുരുട്ടിക്കൂട്ടി കെട്ടി വെക്കും. അതാണ് ഈ മുടി ഇങ്ങനെ ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പം ഇതുപോലെ ഇങ്ങനെ കൊഴിയുമ്പോൾ എന്താ ചെയ്യുക, ആദ്യം ഞാൻ കുറേ എന്താ പറയുക, മുടി കൊഴിയുമ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്താലോ, ഒരു ചെറിയ ഉള്ളിയില്ലേ, അത് അരച്ച് തേക്കുമായിരുന്നു. പക്ഷെ തേക്കുന്നതിന് ഒരു പരിധിയില്ല. അത് അധികം തേക്കുമ്പം, തുടച്ചായിട്ട് തേക്കുമ്പോൾ നമുക്ക് വല്ലാതെ കഫക്കെട്ടാവും. പിന്നെ എന്തിനാണെങ്കിലും മുടി കൊഴിഞ്ഞ് വെച്ചാൽ നമുക്ക് കറക്റ്റ് കാരണം അറിയില്ല കേട്ടോ. അപ്പം എന്തെങ്കിലും റീസണോ അല്ലെങ്കിൽ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ, കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. മുടി ചുരുട്ടി കെട്ടാൻ നമുക്ക് എന്താ പറയുക, ആവശ്യം വരില്ല. പിന്നി കെട്ടിയാലോ അല്ലെങ്കിൽ ഫ്രീ ആർ വിടാലോ അങ്ങനെയൊക്കെ തോന്നും. ഇപ്പം ഈ മുടി ഫ്രീ ആർ ഇട്ടിട്ടും കാര്യമില്ല, ചുരുട്ടി കെട്ടിയിട്ടും കാര്യമില്ല. ചുരുട്ടി കെട്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും, ചെറിയൊരു ഇതേ ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ റോൾ ചെയ്ത് ഞാൻ വെച്ച് ഇങ്ങനെ ഒരു ക്ലിപ്പ് കുത്തും. അപ്പം നമുക്ക് ആ പഴുപ്പ് ഞാനൊരു ക്ലിപ്പ് കുത്തിയിട്ട് വരാം.
ഇപ്പോൾ വെച്ചത് അവിടെ ഉണ്ട്. അപ്പം ഇങ്ങനെ കുത്തുമ്പോൾ കുറച്ചെങ്കിലും ഉള്ള പോലെ ഉണ്ടാവും, മുടി ഉള്ള പോലെ ഉണ്ടാവും കണ്ടോ. ഇങ്ങനെ കുത്തുമ്പോൾ കുറച്ചുള്ള പോലെ ഉണ്ടാവും മുടി, അല്ലാതെ ശരിക്കും പറഞ്ഞാൽ തീരെ മുടിയില്ല. ഞാൻ ഈ ഇടയ്ക്ക് മുടി ഹെയർ കട്ട് ചെയ്തല്ലോ എന്ന് ചെയ്തില്ല, അധികമല്ല, ഒരു ലേശം കട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇനിയിപ്പോൾ ഈ മുടി കട്ട് ചെയ്തിട്ട് ഇനി അടുത്തെങ്ങാനും മുടി വളരെ സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഉള്ള മുടിയും കളയണ്ടല്ലോ എന്ന് ഞാൻ മുടി മുറിക്കൽ ആ ഒരു പ്ലാൻ ഉപേക്ഷിച്ചു. അതുകൊണ്ട് ഈ നെറ്റിയിലെല്ലാം കയറിപ്പോയി. സാധാരണ കുറേ പേര് പറയും പിന്നെ എന്താ റോസ്മേരി വാട്ടർ അപ്ലൈ ചെയ്ത് യൂസ് ചെയ്തുകൊണ്ട് എനിക്കിവിടെ ബേബി ഹെയർ വന്നു, ഇവിടെ ബേബി ഹെയർ വന്നു എന്നറിയും. ഇവിടെ ഉണ്ടായ ബേബി ഹെയർ മുഴുവൻ പോയി. പക്ഷെ അതൊന്നും യൂസ് ചെയ്തിട്ടല്ല കേട്ടോ. നോർമലി ഇതിപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നെറ്റി നിറച്ചും കുറേ കുഞ്ഞു കുഞ്ഞു മുടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം പോയി കണ്ടോ. ഇപ്പോൾ ഇതേ ഉള്ളൂ. ഇനി കുറച്ചും കൂടെ കഴിയുമ്പോഴേക്കും ഉള്ളതെല്ലാം പോകും, എന്തായാലും പോകും. അപ്പം എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ. ഞാൻ കഞ്ഞിവെള്ളം യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിലൊന്നും എനിക്ക് റിസൾട്ട് അറിയില്ല കേട്ടോ. മുടി കൊഴിച്ചിൽ മാറ്റം തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് മാറ്റം തോന്നിയ ഒരു കാര്യമുണ്ട്, ചെറുള്ളി അരച്ച് അപ്ലൈ ചെയ്തതിൽ. പക്ഷെ അത് ഒരു പരിധി വരെ ചെയ്തു. പിന്നെ മോൻ പ്രഗ്നൻ്റ് ആയി, ആ സമയത്ത് അത് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ അത് ഉപേക്ഷിച്ചു. അങ്ങനെ അത് ഡ്രോപ്പായിപ്പോയി. അപ്പം എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എല്ലാവരും അറിയുന്നവർ പറയുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.